ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. അക്ഷയ് കുമാറും ടൈഗർ ഷ്രോഫും പൃഥ്വിരാജ് ചൗകുമാരനും ചേർന്ന് അഭിനയിച്ച ബഡേ മിയ ചോട്ടെ മിയ എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പം മുന്നേ പറഞ്ഞിട്ടുള്ളത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ നമുക്ക് സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അലി അബ്ബാസ് സഫറാണ്. ഇതിന് മുന്നേ ഒരു 4-5 സിനിമകൾ പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ആക്ഷൻ മൂവീസാണ് പുള്ളി സ്ഥിരം എടുക്കാറ്. സുൽത്താൻ, ടൈഗർ ജിന്ദാ ഹൈ എന്നുള്ള സിനിമകളാണ് നോട്ടഡായിട്ട് ചെയ്തിട്ടുള്ളത്. ഗുണ്ടേ എന്ന് പറയുന്നൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇറങ്ങിയ ഭാരത് എന്ന് പറയുന്ന സിനിമ ഫ്ലോപ്പായിരുന്നു. ഞാൻ പടം കണ്ടിട്ടില്ല. ഞാൻ കുറച്ചെങ്ങാണ്ടേ കണ്ടിട്ടുള്ളൂ. കണ്ടതിന് ശേഷം ഞാൻ പടം കാണൽ നിർത്തി. ആ സിനിമ കാണൽ നിർത്തി. അതുപോലെ ഇതിൻ്റെ കഥ അലി അബ്ബാസ് സഫറിൻ്റെ തന്നെയാണ് കഥ. ഇതിൻ്റെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് സൂരജ് ഗീനാനിയും അലി അബ്ബാസ് സഫറും ചേർന്നിട്ടാണ്. സ്ക്രീൻ പ്ലേ അലി അബ്ബാസ് സഫർ ആൻഡ് ആദിത്യ ബസു. പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പൂജ എൻ്റർടൈൻമെൻറ്റും AIZ ഫിലിംസും ചേർന്നിട്ടാണ്. ഡിസ്ട്രിബ്യൂഷൻ PVR ഐനോക്സ് പിക്ചേഴ്സാണ് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇൻ്റർനാഷണലി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് യഷ്രാജ് ഫിലിംസാണ്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി മാർസിൻ ലസ്കേവിക് എന്ന് പറയുന്ന ആളാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റിങ് സ്റ്റീവൻ H. ബെർണാർഡാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജൂലിയസ് പക്യാം എന്ന് പറയുന്ന ഒരാളും. അതുപോലെ സോങ്സ് ചെയ്തിരിക്കുന്നത് വിശാൽ മിശ്രയും ആണ് സോങ്സ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇൻ്റർനാഷണൽ ആൾക്കാരാണ് ഇത് കൂടുതലും കുറേ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ സിനിമ ഏകദേശം ഒരു 2.5 മണിക്കൂറിനടുത്ത് സിനിമയുണ്ട്. അതുപോലെ നല്ല ബഡ്ജറ്റ് പൊളിച്ച പടമാണ്. നല്ല ബഡ്ജറ്റായിരുന്നു. വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് മൂവി എന്നറിയപ്പെടുന്നൊരു സിനിമയാണ്. ഏകദേശം 350 കോടിയോളം ബഡ്ജറ്റ് വന്നൊരു സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ ഡിസാസ്റ്ററായിരുന്നു. ഫ്ലോപ്പായിരുന്നു സിനിമ. എനിക്ക് തോന്നുന്നു ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു സിനിമയെക്കുറിച്ച്. സിനിമ അണിയറ പ്രവർത്തകർ തന്നെ ആൾക്കാർ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ റൂമേഴ്സ് പടം ഇറങ്ങിയ ടൈമിൽ ഉണ്ടായിരുന്നു. ഇതിപ്പം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സിനിമ നെറ്റ്ഫ്ലിക്സിൽ കാണാം. അപ്പോൾ നമുക്ക് സിനിമ എന്താണെന്നുള്ളതിലേക്ക് പോകാം. ഇതൊരു സയൻസ് ഫിക്ഷൻ കം ആക്ഷൻ കം എൻ്റർടൈൻമെൻറ്റ് പ്ലസ് കോമഡി ഫിലിം എന്നൊക്കെ വേണമെങ്കിലും പറയാം. സത്യം പറഞ്ഞാൽ കാശിന് കൊള്ളത്തില്ല. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടവരെ സമ്മതിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട് ആ പടം ഇറങ്ങിയ സമയത്ത് 1-2 തിയേറ്ററിൽ ഞാൻ കാണാമെന്ന് വിചാരിച്ചൊരു പടമാണ്. ഇവിടെ റിലീസ് ഉണ്ടായിരുന്നു പടം. അപ്പം തിയേറ്ററിൽ കാണാമെന്ന് വിചാരിച്ചത് 1-2 പേരുടെ റിവ്യൂസ് ഞാൻ കണ്ടതിന് ശേഷം വേണ്ട എന്നതിന് വെറുതെ. കാരണം ഇവിടെ ഒരു സിനിമ കാണണമെങ്കിൽ ഏകദേശം നാട്ടിൽ 2000 രൂപ വേണം. അപ്പോൾ ആ പൈസ എന്തിനാണ് വെറുതെ കളയുന്നതെന്ന് വിചാരിച്ച് OTT വരുമ്പം കാണാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചൊരു സിനിമയായിരുന്നു ഇത്. ഇതൊരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ ആ ടൈപ്പ് മൂവിയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കുറേ ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലുള്ളൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് ചെയ്യാൻ ശ്രമിച്ചൊരു പടമാണ്. അതേ ഒരു ടെംപ്ലേറ്റാണ് ഫോളോ ചെയ്യുന്നത്. ഞാനത് ടെംപ്ലേറ്റ് എന്ന് എപ്പോഴും പറയാം. കാരണം ഇതേ പാറ്റേണിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ ഇംഗ്ലീഷ് ഫിലിംസിലായാലും ഇത് കണ്ടിട്ടുള്ള ടൈപ്പ് സ്റ്റോറീസാണ്. അതായത് ഒരു ഈവിളായിട്ടുള്ള ഒരാൾ അദ്ദേഹം ലോകം നശിപ്പിക്കാൻ അല്ലെങ്കിൽ രാജ്യം നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പം അതിനെ എന്താ പറയുക, അത് ഓവർകം ചെയ്യാനും അതിനെ തടുക്കാൻ വേണ്ടി ഒരു ഹീറോ, ഒരു 1-2 ഹീറോസ് അവർ വരുന്നു, അവരത് തടുക്കുന്നു. ഇതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ ഫോളോ ചെയ്യുന്നൊരു ഫിലിമാണിത്. ഇതിൻ്റെ തുടക്കത്തിൽ ഒരു ഇന്ത്യൻ ആർമി ഒരു കോൺവോയ് ആയിട്ട് ഒരു ഡെഡ്ലി വെപ്പൺ ട്രാൻസ്പോർട്ട് ചെയ്യാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റെവിടേക്കോ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഒരു ഈവിലായിട്ടുള്ളൊരു മാസ്ക്ഡ് മാൻ വന്നിട്ട് ആ കോൺവോയ് അറ്റാക്ക് ചെയ്ത് ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇറങ്ങി എന്താ പറയുക വന്നിട്ട് ആ ഒരു ഡെഡ്ലി വെപ്പൺ കൈക്കലാക്കുന്നതും എന്നിട്ടൊരു വീഡിയോ അയച്ചു കൊടുക്കും. ഇന്ത്യൻ ഗവൺമെൻറ് ഒരു വീഡിയോ അയച്ചു കൊടുക്കും. എത്രയും പെട്ടെന്ന് ഞാൻ ഇന്ത്യ മൊത്തം നശിപ്പിക്കും എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ ഡെഡ്ലി വെപ്പൺ എന്തായിരുന്നു എന്നുള്ളത് പിന്നീട് കാണിക്കുന്നുണ്ട്. എന്താണ് ഇവൻ ആ ഡെഡ്ലി വെപ്പൺ എന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് പോയെന്നുള്ളത് പിന്നീട് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല കോമഡി ആയിപ്പോയി. എനിക്ക് ഒട്ടും വർക്കാവാത്തൊരു കാര്യമായിരുന്നു. അതുപോലെ സിനിമയിൽ ആ ഈവിൾ സയൻറ്റിസ്റ്റായിട്ട് അഭിനയിച്ചത് നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ്.
എനിക്ക് തോന്നുന്നു അതിൻ്റെ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ടൈമിലൊക്കെ പുള്ളി വന്നിരുന്നിട്ട് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വില്ലൻ ഇൻ ഇന്ത്യൻ മൂവി, ഇത്രയും വലിയ വില്ലനെ ഈവിളായിട്ടുള്ള വില്ലനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ പടം കണ്ടപ്പം അന്യ കോമഡി ആയിട്ട് തോന്നി. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരുപാട് കൂവലും ഒക്കെ ഏറ്റുവാങ്ങി, ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നടനാണ്. പിന്നീട് ആ വിമർശകരെ സ്വന്തം പെർഫോമൻസ് കൊണ്ടും സ്വന്തം സിനിമകൾ കൊണ്ടും വായടപ്പിച്ച ഒരു നടനാണ് പൃഥ്വിരാജ്. ഇന്നത്തെ സമയത്ത് പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ മലയാളത്തിൽ വരുന്നത് മിനിമം ഗ്യാരണ്ടി ഫിലിംസാണ് എല്ലാം വരുന്നത്. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പം അത്യാവശ്യം ആവറേജ് ആണെങ്കിൽ പോലും പടം ഓടുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പടം ഓടുന്നുണ്ട്. ഒന്നും പ്രൊഡ്യൂസർക്ക് നഷ്ടം വരുത്താത്ത ഫിലിംസാണ് എല്ലാം. എനിക്ക് തോന്നുന്നു അത്രയും സിനിമകൾ അടുപ്പിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു സിനിമ കൊണ്ട് കണ്ണ് തട്ടണ്ട എന്ന് വിചാരിച്ച് ചെയ്തതാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ. ഞാൻ ആ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പടം കണ്ടു. വളരെ കുഞ്ഞു ഒരു ടെംപ്ലേറ്റാണ്, ഒരു സ്റ്റോറിയാണ് പടത്തിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ അക്ഷയ് കുമാർ, സത്യം പറഞ്ഞാൽ എന്തിനാ ഇത്രയും പടങ്ങൾ, ഒരു വർഷത്തിലൊരു 8-10 പടങ്ങൾ പുള്ളി ചെയ്യും. എനിക്ക് തമിഴിൽ വിജയ് സേതുപതി ചെയ്യുന്ന പോലെ ഇദ്ദേഹം ചെയ്യും. പക്ഷേ വിജയ് സേതുപതിയുടെ 10 പടങ്ങൾ ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 4-5 പടമെങ്കിലും ഹിറ്റായിരിക്കും. അത്യാവശ്യം പടം ഓടും, നല്ലതുപോലെ നല്ല പടങ്ങൾ കാണും. ഇദ്ദേഹത്തിൻ്റേതാണെങ്കിൽ 10 പടം ഇറങ്ങിയ 10 ബോംബായിരിക്കും, അന്യായ ബോംബ്. ഇതിനകത്ത് തന്നെ ഈ സിനിമയുടെ തന്നെ ബഡ്ജറ്റ് 350 കോടി എന്ന് പറയുന്നത് ഏകദേശം 100 കോടി അക്ഷയ് കുമാറിൻ്റെ സാലറി തന്നെ ആയിരിക്കും. ആ 100 കോടി പോലും സത്യം പറഞ്ഞാൽ പടം കളക്ട് ചെയ്യുന്നില്ല. ഈ വർഷം അടുത്തിറങ്ങിയ കുറേ പടങ്ങളുണ്ട് അക്ഷയ് കുമാറിൻ്റെ, എല്ലാം അട്ടർ ഫ്ലോപ്പാണ്. ഒരെണ്ണം പോലും തിയേറ്ററിക്കൽ ഹിറ്റില്ല. OTT വന്നാൽ പോലും കാണാൻ പറ്റുന്ന പടങ്ങളല്ല. പണ്ട് പുള്ളിയുടെ ഇനീഷ്യൽ ടൈമിൽ പുള്ളി കുറേ ആക്ഷൻ ഫിലിംസ് ചെയ്യുമായിരുന്നു. കിലാടി നമ്പർ 1, കിലാടി നമ്പർ 2, ഖത്രോം കെ ഖിലാടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിനിമകൾ ചെയ്യുമായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത് പ്രിയദർശൻ്റെ സിനിമകളാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ നിന്നും മലയാളത്തിൽ നിന്ന് റീമേക്ക് ചെയ്ത സിനിമകളാണ് കൂടുതലും അദ്ദേഹത്തെ വലിയ താരമാക്കി മാറ്റിയത്. അതിനുശേഷം വീണ്ടും ഇപ്പം പ്രിയദർശൻ ആ ഒരു പരിപാടി നിർത്തിയപ്പോഴത്തേക്ക് വീണ്ടും പുള്ളി പഴയ ലെവലിലോട്ട് പോയി. കുറേ ബയോഗ്രഫി ചെയ്തു, പിന്നെ കുറേ രാജാക്കം പൃഥ്വിരാജ് ചൗഹാൻ, പൃഥ്വിരാജിൻ്റെ അങ്ങനെ പടം ചെയ്തു. സത്യം പറഞ്ഞാൽ പടത്തിൻ്റെ 20 മിനിറ്റ് പോലും 15 മിനിറ്റ് പോലും കണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ സിനിമകളൊക്കെ. അത്തരത്തിലുള്ള എന്തിനാണ് ഇങ്ങനെയുള്ള സിനിമകളും കാര്യങ്ങളും നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ പുള്ളി കുറേ പടങ്ങൾ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പടം വരുന്നുണ്ട്, സുരറൈപ്പോട്ട്, നമ്മുടെ സൂര്യ ചെയ്ത സുരറൈപ്പോട്ട് എന്ന് പറയുന്ന സിനിമയുടെ റീമേക്കുമായിട്ട് പുള്ളി വരുന്നുണ്ട്. അതെങ്കിലും മനോമര്യാദയായിട്ട് ഡീസൻ്റായിട്ടൊന്ന് ചെയ്തു തരണം എന്ന് മാത്രമേ ഉള്ളൂ ഒരു പ്രാർത്ഥന. നല്ലൊരു പടമായിരുന്നു, അത് മോശമാക്കാതിരുന്നാൽ കൊള്ളാം. പിന്നെ അതുപോലെ ടൈഗർ ഷ്രോഫ്, എൻ്റെ അണ്ണ ഒരു രക്ഷയില്ല പുള്ളി. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും കുറേ ആക്ഷൻ കൊടുത്തിട്ട് കുറേ ചാടാനും മറിയാനും ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും സീൻ കൊടുക്കുകയാണെങ്കിൽ പുള്ളി അത് ചെയ്യും. അഭിനയിക്കാൻ മാത്രം പറയരുത്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ചളി. ഇതിനകത്ത് തന്നെ കോമഡി കാണിക്കാൻ നോക്കുന്നു, റൊമാൻസ് കാണിക്കാൻ നോക്കുന്നു, ഒന്നുമില്ല, ഒരു എക്സ്പ്രഷനും ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരൊറ്റ ഫിലിമേ എനിക്ക് ഇഷ്ടപ്പെട്ടതുള്ളൂ, അത് വാറിനകത്ത് പുള്ളി അഭിനയിച്ചതാണ്. അത് ഋതിക് റോഷനും പുള്ളിയും കൂടെ ചെയ്ത ആ ക്യാരക്ടർ, അത് അതിനെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിനകത്ത് അട്ടർ വേസ്റ്റ്, ഒരു കാര്യമില്ല. അത് നിങ്ങൾ കണ്ടു നോക്കുക, ഒന്നിനെ തന്നെ സഹിക്കാൻ വയ്യ, അപ്പോൾ 2 കൂടെ സഹിക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ ഇതിൽ സോനാക്ഷി സിൻഹയുണ്ട്. എന്തിനുള്ള റോളാണെന്ന് അറിയത്തില്ല, സയൻറ്റിസ്റ്റായിട്ടൊക്കെയാണ് വരുന്നത്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യം പറഞ്ഞ ഡെഡ്ലി വെപ്പണും ഇതുമായിട്ട് എന്താണ് ലിങ്ക് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഒരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത് വന്ന്, വേറൊരു ലേഡി ക്യാരക്ടർ, അലായ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പുള്ളിക്കാരി ഉണ്ട്. അട്ടർ, എൻ്റെ പൊന്നോ, ഹാക്കറാണോ സയൻറ്റിസ്റ്റാണോ എന്തുവാണോ ഒരു പിടുത്തവുമില്ല. എന്ത് ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തത്? ഏതോ കോളേജിൽ നിന്ന് കുറേ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഇവരുടെ ഓപ്പറേഷൻസിൽ ഇവരെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇവരുടെ കൂടെ കൊണ്ടുപോകുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. അവസാനം പറയുന്നു, എനിക്കത് പറ്റും, അത് ചെയ്താൽ മതി, അവിടെ കൊണ്ടിടിച്ച് കയറ്റ്, അവിടെ ആ ഒരു പവർ ഗ്രിഡിൽ കൊണ്ടിടിച്ച് കയറ്റ്. എന്തൊക്കെയാണോ അത്? സത്യം പറഞ്ഞ സിനിമ കണ്ടപ്പോഴും ഇത് ഞാൻ OTT കണ്ടിട്ട് തന്നെ 3 ദിവസം എടുത്ത് പടം കണ്ടു തീർക്കാനായിട്ട്. കാരണം ആദ്യത്തെ 2 ദിവസം പടം കണ്ടുകൊണ്ടിരുന്ന് ഉറങ്ങിപ്പോയി, 2 പ്രാവശ്യം ഉറങ്ങിപ്പോയി. അത്ര എനിക്കറിയില്ല അത് ഞാൻ ഉറങ്ങുമ്പോൾ സാറിന് ലേറ്റ് ആവുന്നതാണ്. ഈ പടം കണ്ടിട്ട് 9-9:30 കണ്ടായപ്പോഴേ ഞാൻ പടം കണ്ട് തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി, നല്ലതുപോലെ കിടന്നുറങ്ങി.
അതുപോലെ അട്ടർ വേസ്റ്റ് മൂവിയാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ കാണാം. വേറെ ഒരു പണിയില്ലെങ്കിൽ ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്. താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. പ്രത്യേകിച്ച് ഒന്നുമില്ല പടത്തിനകത്ത്. കുറേ ഓട്ടവും കുറേ ചാട്ടവും കുറേ വെടിവെപ്പും, കഥയായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണുക. സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഓക്കെ, അപ്പം ബൈ ബൈ.